അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്നും ഡെയിലി കാണിക്കുന്ന കൃത്യനിഷ്ഠത കാണിച്ചിട്ടുണ്ട്. 2 മണിക്ക് തയ്യൽ ക്ലാസ് പറഞ്ഞു. നമ്മൾ 2:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ് ഞാൻ കയറിയ ബസ് കയറി ഞാൻ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് തയ്യൽ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ അംഗനവാടി. ഇതാണ് നമ്മുടെ അംഗനവാടീൻ്റെ പൊക്കത്താണ്ട തയ്യൽ ക്ലാസ്. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. കാരണം നമ്മൾ 2ാമത്തെ ബാച്ച് ആയിരുന്നു. ഞാനും 2-3 ചേച്ചിമാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ വായി നോക്കി നിൽക്കുകയാണ് അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കോക്കിരി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതാണ് നമ്മുടെ ഡെയിലി പരിപാടി. അവിടെ ചെന്നപ്പോൾ ടീച്ചർ എനിക്ക് തുണി വെട്ടിക്കൂട്ടി തന്നു. ഞാനത് വെട്ടിക്കൂട്ടി തയ്ച്ചെടുത്തു. നല്ല ഫിനിഷിങ് ഒന്നുമില്ല, നമ്മളിത് അടിച്ച് ഫുൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫുൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്നു, നൂലില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ആ തുണി മടക്കി കൂട്ടി നമ്മൾ ബാഗിലാക്കി നമ്മൾ വീട്ടിൽ പോകുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഗേറ്റും തുറന്ന് അംഗനവാടിക്ക് ടാറ്റയും പറഞ്ഞ് നമ്മൾ പോകുകയാണ്. അപ്പോൾ ഞാൻ പോകണ വയ്ക്കാൻ അമ്മേനെ കണ്ടിട്ടാണ്. അമ്മ ഈ കൊറിയർ സർവീസിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് സ്നേഹനിധിയായ അമ്മ എനിക്ക് വയറ് നിറച്ച് സാമ്പാറും അതുപോലെ തന്നെ ദോശയും മേടിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു അപ്പൂപ്പൻ എൻ്റെ പാൻറ്റിൽ തന്നെ നോക്കി നിൽക്കുന്നു. കാരണം എൻ്റെ പാൻറ്റ് ഒരു സ്ക്രാച്ചുള്ള പാൻറ്റായിരുന്നു. പുള്ളി അവിടെ തന്നെ നോക്കിയിരിക്കുന്നത്. എന്നെ കണ്ടിട്ടാണെന്നില്ല. പിന്നെ ഒരു സ്ലൈസ് മേടിച്ച് വീട്ടിൽ പോയി ടാറ്റ